ശ്രീ സക്കറി ജോർജ്, ശ്രീ വി മോഹനൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ബാലരാമപുരം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ വി മോഹനൻ, ഈ പറഞ്ഞ നമ്മൾ രാവിലെ മുതൽ വളരെ വേദനയോടെ കേൾക്കുന്ന കാര്യമാണ് ആ 2 വയസ്സുകാരിയുടെ മരണം. അത് ഒരമ്മാവൻ കിടക്കപ്പായയിൽ ജീവനോടെ എടുത്ത് എറിയുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജീവിതം നയിക്കുന്ന മനസാക്ഷിയുള്ള ആളുകളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് താങ്കൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വാട്സപ്പ് ചാറ്റുകളൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. അമ്മയും പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ കുടുംബവുമായൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലൊക്കെ പരിചയമുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടി ആയിരിക്കുമല്ലോ താങ്കൾ. അതെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. ഹലോ. നാടിനെ ഒന്നാകെ ഞെട്ടിച്ച, നാട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തിയ വളരെ സങ്കടകരമായൊരു സുവിശേഷമാണ്. കൊലപാതകമെന്ന് തന്നെ പറയാം. അത് സംഭവിച്ചത് ബാലരാമപുരത്ത് കോട്ടുകൾക്കോണം എന്ന സ്ഥലത്താണ്. ഇന്ന് വെളുപ്പിന് 2 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മാവനാണ് പ്രതി എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പൂർണ്ണമായും അത് കൺഫേം ചെയ്തിട്ടില്ല. വീട്ടിനകത്തുള്ള അവസരങ്ങളോ മറ്റു വിഷയങ്ങളോ എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു. ഒരു മരണാനന്തര ചടങ്ങ് നടക്കാറുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ചടങ്ങ് നടക്കേണ്ട സ്ഥലത്താണ് ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത്. കുട്ടിയുടെ അച്ഛൻ അമ്മയുമായി പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ചടങ്ങിന് വേണ്ടി അദ്ദേഹം തലേദിവസം രാത്രി വന്ന് അവിടെ തങ്ങുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. രാവിലെ ബാത്റൂമിൽ പോകുന്നതിന് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. മാതാവ് കുട്ടിയെ അച്ഛൻ്റെ അടുത്ത് കിടത്തിയെന്നും അതല്ല സഹോദരൻ്റെ അടുത്ത് കിടത്തിയെന്നും 2 വാദങ്ങൾ അവർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഈ വിഷയം അവർ പറഞ്ഞതാണ്. ആദ്യം അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, കുട്ടിയെ ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ അച്ഛൻ്റെ അടുത്ത് കിടത്തി. ഞാൻ ബാത്റൂമിൽ നിന്നപ്പോൾ പൊടുന്നതിൻ്റെ ഒരു ശബ്ദം കേട്ടു. ആരാണെന്ന് വിളിച്ച് ചോദിച്ചു. എന്നിട്ട് പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇന്ന് വെളുപ്പിലെയാണ് ഈ വിഷയം നാട്ടുകാരും അതോടൊപ്പം തന്നെ അടുത്ത പൊതുപ്രവർത്തകരായ ഞാനടക്കം അറിയുന്നത്. അറിയിച്ച ഉടനെ തന്നെ പോലീസ് സ്പോട്ടിൽ എത്തിച്ചേർന്നു. ഫയർഫോഴ്സിനെ വിളിച്ചു. സമീപ പ്രദേശത്തുള്ള മുഴുവൻ CCTVകളും സെർച്ച് ചെയ്തു. പോലീസ് പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തിയത്. അപ്പോൾ ഒരു സംശയത്തിൻ്റെ പേരിലാണ് കിണറ്റിലേക്ക് പരിശോധന എത്തുകയും അവിടെ കുട്ടിയുടെ മൃതദേഹം കാണുകയും ചെയ്യപ്പെട്ടുള്ളത്. അക്ഷരാർത്ഥം ഞെട്ടിപ്പോയ സംഭവമാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞോളൂ. ഇവിടെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ ബാലരാമപുരത്ത് താമസിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ അവർ തൊട്ടടുത്തുള്ള മുത്താരമ്മ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ കഴകമായി ജോലി ചെയ്തു. പല സ്ഥലങ്ങളിലും ടെമ്പററി ആയിട്ട് പണി ചെയ്തു. അത് ക്ഷേത്രങ്ങളിലാണ്. അതോടൊപ്പം തന്നെ അവർ പലരിൽ നിന്നും പിന്നെ പണം കടം വാങ്ങുകയും ജോലി വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കടബാധ്യത പൊതുവെ അതൊരു വലിയ ബാധ്യതയായി അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് അറിയില്ല. പക്ഷേ സാർ, നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പ് ചാറ്റുകൾ നിർണായകമാണ്. എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും ആസൂത്രണം ഇതിന്റെ പിറകിലുണ്ടായിരുന്നോ? ഈ പിതാവിനെയും കുട്ടിയുടെ അമ്മൂമ്മയും ഒക്കെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. ഈ കുടുംബ ബന്ധങ്ങളിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഇതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരുപാട് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ പോലീസിന് മാത്രം മനസ്സിലായ പുറത്തു വരാത്ത പല കാര്യങ്ങളും ഇതിന് പിറകിലുണ്ട് എന്നുള്ളതാണല്ലേ? അത് നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത വിഷയങ്ങൾ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കിന്ന് പിന്നെ അതോടൊപ്പം അവരുടെ അച്ഛൻ, കുട്ടി മരണപ്പെട്ടു പോയ കുട്ടിയുടെ അച്ഛനും മുത്തശ്ശിക്കും ജാമ്യം കൊടുത്ത് വീട്ടിലേക്ക് ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അയക്കുകയും ബാക്കിയുള്ളവരെ സ്റ്റേ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ അമ്മാവനാണ് കുറ്റക്കാരൻ നിലയിലേക്കാണ്. എങ്കിൽ തന്നെയും ഒരു സംശയം അമ്മയുടെ ഭാഗത്തേക്കും വിരൽ ചൂണ്ടപ്പെടുന്നു. അത് തീർച്ചയായും 1-2 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൃത്യമായി
അത് പറയാൻ കഴിയുമെന്നുള്ളതാണ്. കുടുംബത്തിനകത്തുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി കിട്ടുന്ന റിപ്പോർട്ട്. പിന്നെ നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത എന്തോ സംഭവങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. എത്രത്തോളം വാസ്തവമാണെന്ന് സംബന്ധിച്ച് അതിൻ്റെ ക്ലാരിറ്റി പരിശോധിക്കാൻ പോലീസിന് മാത്രമേ സാധിക്കൂ. നമുക്ക് പറഞ്ഞു കേട്ടുള്ള അറിവുകൾ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ളൂ. തീർച്ചയായും തിരിച്ചു വരാം താങ്കളിലേക്ക്. ദയവായി തുടരുക. ശ്രീ